ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കനെയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും സംഭവം അതല്ല കേട്ടോ. ചില്ലി പനീറാണേ. നല്ല ചൂട് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും അതേപോലെ തന്നെ പൊറോട്ടയ്ക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സൈഡായിട്ട് കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റുള്ള വെജ് റെസിപ്പി തന്നെയാണ്. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ചില്ലി പനീർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പനീർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 250 ഗ്രാം പനീർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പത്തിലൊന്നും വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പനീറും ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ മസാലയൊന്ന് പരട്ടി വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് തന്നെ കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പനീറിനനുസരിച്ച് കോൺഫ്ലവറിന്റെ അളവിലും ചെറിയ രീതിയിൽ വ്യത്യാസം വരും. അപ്പം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന വെള്ളം ഒരുപാട് കൂടി പോകണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി എടുക്കുമ്പോൾ ശരിക്കും പൊടിഞ്ഞു പോകും. ഒരേ 1 ടീസ്പൂൺ മാത്രം നമ്മുടെ മസാലയൊക്കെ ഒന്നും കൂടി കോട്ടായി വരാൻ വേണ്ടി മാത്രം. അപ്പോൾ അതും കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടതാ ഇത് മതി. ഇതിപ്പോൾ കാശ്മീർ റെഡ് ചില്ലിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. മാത്രമല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു എരിവ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ശരിക്കും ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്ത് ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ പാം ഓയിലും ഒന്ന് ചേർത്ത് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഇതേപോലെ 2 വശം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോരിയെടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും പനീർ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ചില്ലി പനീർ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇപ്പം നമ്മൾ പനീർ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നീളത്തിൽ തീരക്കാനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കവും അതേപോലെ തന്നെ ഒരു സവാളയും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ആയി വന്നോളും. ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്ത് നല്ലോണം തന്നെ വേവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂട് കയറി വരുമ്പോഴേക്കും ആ കളറൊക്കെ ഒന്ന് മാറി ഒന്നിങ്ങോട്ട് പതുക്കെ വെന്ത് വന്നോളും. അത്രയും മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോയാലും അത്ര നന്നാവില്ല. കണ്ടോ, ഇതിപ്പോൾ പതുക്കെ ഒന്നും കൂടി ചൂടായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസും അതേപോലെ തന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3ഉം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ എടുത്തിരിക്കുന്ന പനീറിന്റെ അളവ് കുറച്ചും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സോസിലും കുറച്ചും കൂടിയൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അല്ല കുറവാണെന്നുണ്ടെങ്കിലും അതനുസരിച്ച് ഒന്ന് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം 3ഉം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും ഒന്നും കൂടി ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ നല്ല കുറുകിയായിരിക്കും നമ്മുടെ ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം തന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പോ വെള്ളം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഞാൻ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സെമി ഗ്രേവിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എല്ലാം കൂടി ശരിക്കും ഒന്നും തിളച്ച് യോജിച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചില്ലി പനീറിന്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമോ എത്രത്തോളം നല്ല റിച്ച് ആയിട്ടായിരിക്കുന്നത്. മാത്രമല്ല ഒരു തുള്ളി ഫുഡ് കളറോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. അല്ലാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. നല്ല ചൂട് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും അതേപോലെ തന്നെ പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി കൂടുതലായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.